ഞാൻ പറയുന്നത് ഒരു ഗൂഢാലോചനയുണ്ട്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ അല്ലാതെ വ്യക്തിപരമായ ഗൂഢാലോചനയാണോ എന്നൊക്കെ അന്വേഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയതിലെ പ്രധാനപ്പെട്ട ആൾ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട്. എൻ്റെ ബോർഡിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും ഇതിൽ ഗൂഢാലോചനയിൽപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവർക്കുണ്ടായ ഒരു പിഴവ്, അത് കോടതിയെ അറിയിക്കാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറ്റകരമായ പിഴവാണ്. പക്ഷെ അത് മനഃപൂർവ്വമായ ഒരു ഗൂഢാലോചന ഭാഗമായിട്ടുള്ള പിഴവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിയമപരമായി നേരിടാനല്ലേ പറ്റുള്ളൂ. വേറെ എങ്ങനെ നേരിടാൻ പറ്റും? നമുക്ക് നിയമപരമായി നേരിടാൻ മാത്രമല്ലേ പറ്റുള്ളൂ. കോടതിയുടെ മുന്നിലേക്ക് ഒരു വിഷയം വന്നു പോയാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അത് ട്രയൽ നേരിടുക, വിചാരണ നേരിടുക, അല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, ഞാൻ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ആരോപണം, ആ ആരോപണവുമായി ബന്ധപ്പെട്ടാണല്ലോ. അത് സ്വാഭാവികമായിട്ടായിരിക്കാം, അസ്വാഭാവികമായിട്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഇത് ചിലപ്പോൾ യാദൃച്ഛികമാകാം. ഞാൻ പറയും ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ അന്വേഷിക്കണ്ടേ?